ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടീ ഫാക്ടറികളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിലെ തൊഡ്ഡബെട്ട ടീ ഫാക്ടറിയിലാണുള്ളത്. അവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൻ്റെ ഭാഗത്ത് കാണുന്ന ഈ ഒരു മെഷീൻ, ഇതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതാണ് തേയില നിർമ്മാണത്തിനായിട്ട് ആദ്യമായി ഉപയോഗിച്ച് വന്നിട്ടുള്ള റോട്ടർ വെയിൻ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതിലാണ് നമ്മുടെ തേയില പൊടിയാക്കി മാറ്റുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ ഞാൻ ഫാക്ടറിക്കുള്ളിൽ കയറിയിട്ട് വഴിയെ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുക എന്നുള്ള ചടങ്ങാണ്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ എൻട്രൻസിലോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഒത്തിരി പേരുണ്ട് കേട്ടോ. ഊട്ടിയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഫാക്ടറിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വെറും 20 രൂപയാണ്. മാത്രമല്ല ഈ ടീ ഫാക്ടറിക്ക് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. അതായത് നീലഗിരിയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടീ ഫാക്ടറിയാണ് നമ്മൾ ഈ സന്ദർശിക്കുന്ന തൊഡ്ഡബെട്ട ടീ ഫാക്ടറി. ഇതേപ്പം നേരെ നമ്മളെ എൻട്രൻസിലൂടെ കടന്ന് ചെല്ലുന്നത് ടീ മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ടീ മ്യൂസിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം, പിന്നെ ഈ ഒരു ചായ, അതിൻ്റെ കണ്ടെത്തൽ, ചായപ്പൊടിയുടെ കണ്ടെത്തൽ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൾട്ടിവേഷൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. A to Z കാര്യങ്ങൾ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും നീലഗിരി കുന്നുകളെയും പറ്റിയിട്ട് ഊട്ടിയുടെ മനോഹാരിതയും അതിൻ്റെ കുറേയധികം കാര്യങ്ങൾ, ചായയുടെ ഒരു അവിടോട്ടുള്ള വരവും പിന്നെ അതിനെ സഹായിച്ച കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ ഊട്ടി കൂനൂർ റെയിൽവേ, അത് ശരിക്കും ഈ ഒരു ചായയുടെ ചരക്ക് നീക്കവുമായി, അതായത് ചായപ്പൊടിയുടെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ ഇനി പോകുന്നത് അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ചായപ്പൊടി മേക്ക് ചെയ്യുന്നതിൻ്റെ ആദ്യ പ്രോസസ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മളിവിടെ കാണുന്ന നോർമൽ ഗ്രീൻ ലീഫാണ്. അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത മെഷീനിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ അവർ വാരിയിടുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം എന്താ പറയുക, ഒന്ന് ഡ്രെയിനാക്കി ഹോട്ട് എയർ വെച്ചിട്ട് അതിന് ഡ്രെയിനാക്കിയൊക്കെയാണ് അവർ ആ മെഷീനിലൂടെ കടത്തി വിടുന്നത്. അവിടെ നിന്ന് അടുത്തൊരു മെഷീനിലോട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് കാണുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, CTC മെഷീൻ എന്നുള്ളത്. അതായത് CTC ചായ. മിക്ക ചായപ്പൊടി എടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങൾ ലേബിൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അവിടെ നമുക്കിങ്ങനെ ഒരു CTC ടീ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അത് അതിൻ്റെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ഫാക്ടറിയിൽ നടക്കുന്നത്. ഇനി CTC എന്നതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും അറിയത്തില്ലായിരുന്നു. ചായപ്പൊടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് എഴുതി വെക്കുന്നു എന്നല്ലാണ്ട് ഞാനിതുവരെ ഗൂഗിളൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും അതൊരു പ്രോസസ്സിൻ്റെ ആ ഒരു പേരാണ്. കട്ട്, ടേൺ, ക്രഷ്, ഈ 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അതിൻ്റെ പ്രോസസ് നെയിമും അങ്ങനെ വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ സംഭവം അടുത്ത ഒരു മെഷീനിലോട്ട് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നേരെ ആ ഒരു വലിയ കോഴ്സ് വഴിയിട്ട് അടുത്ത ഈ ഒരു CTC പ്രോസസ്സിലോട്ടാണ് ഈ നമ്മുടെ ലീഫുകളൊക്കെ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഞാൻ കരുതിയത് നോർമൽ ലീഫ് പറിച്ചെടുത്ത് ഉണക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ശരിക്കും പിന്നാമ്പുറ കഥകൾ, കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ടെന്ന് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഷീനിലൂടെ ആദ്യം നമ്മുടെ ആ ഒരു ഇലയിലെ അരച്ചിങ്ങനെ ഒരു പരുവത്തിലാക്കിയിട്ട്, അതായത് ഈ പറഞ്ഞ മെഷീൻ CTC ഇതിലൂടെ ഇങ്ങനെ വിടുന്നുണ്ട്. കണ്ടോ? ഇത് ഇവിടെ നടക്കുന്നത് CTCയുടെ ഫസ്റ്റ് കെട്ട്. ആ സെക്കൻഡ് മെഷീനിലോട്ട് വരുമ്പോൾ അതിൻ്റെ സെക്കൻഡ് കെട്ട്, അടുത്ത സെയിം മെഷീനിലോട്ട് പോകുന്നത് തേർഡ് കട്ട്. അങ്ങനെ 3 കട്ടിങ് പ്രോസസ്സാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ ലീഫിനെ നന്നായിട്ട് കട്ട് ചെയ്തും നല്ല ഒരു പൊടി പരുവത്തിലാക്കിയിട്ട് ഡസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ ആക്കുന്നതിൻ്റെ ഒരു സ്റ്റേജസാണിത്. അപ്പോൾ അത്രയും നല്ല രീതിക്ക് കട്ട് ചെയ്ത് ക്രഷ് ചെയ്തിട്ടാണ് അത് ഇങ്ങനെ അടുത്തടുത്ത മെഷീനിലോട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. സോ CTCയുടെ 3 കട്ടിങ്ങിന് ശേഷം നേരെ അടുത്തത് ഈ പൗഡർ പോകുന്നത് ഇത് വലിയ ഡ്രമ്മിലേക്കാണ്. ഈ ഡ്രമ്മിന് പറയുന്ന പേര് ഗൂഗി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിലേക്ക് കടത്തി വിട്ട് ഇതിൻ്റെ കൃത്യമായ മെഷീനിലൂടെ ഇതിൻ്റെ
ഈ കട്ട് ചെയ്യുന്നതിനെ തരംതിരിച്ച് എടുക്കുക എന്നുള്ളതാണ് ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയത്. ദെൻ അവിടുന്ന് ആ പൗഡറിനെ അടുത്ത സ്റ്റേജിലോട്ട് കടത്തി വിടുന്നുണ്ട്. അത് കുറച്ചൊരു ഗ്ലോവറൊക്കെ കൊടുത്തിട്ട് എയറോ വാട്ടറോ ഒക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് അടുത്ത മെഷീനിലോട്ട്. അതിന് പറയുന്ന പേര് CF മെഷീൻ എന്നാണ്. അപ്പോൾ അതിലേക്കും ഈ പറഞ്ഞ മാതിരി സോർട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ കാണാൻ കഴിയുന്നുണ്ട്. ശേഷം അതിലൂടെ ഇങ്ങനെ അടുത്ത മെഷീനറിയിലോട്ട് കടത്തി വിടുകയാണ്. അങ്ങനെ CF മെഷീനിലൂടെ ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൗഡറിനെ. ശരിക്കും ഇതൊരു പൗഡർ ഫോം ആയിട്ടില്ല, കാര്യം കുറച്ചുകൂടെ ആ ഒരു വെറ്റ് നേച്ചറാണ് അതിനകത്ത് കാണാൻ കഴിയുക. അപ്പോൾ അതിനെ ഡ്രൈനെസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡ്രൈനെസ് കൊടുക്കാനായിട്ട് അടുത്ത ഒരു മെഷീനിലൂടെ ആണ് അത് കടത്തി വിടുന്നത്. അതിനെയാണ് ഫ്ലൂയിഡ് ബെഡ് ഡ്രയർ എന്ന് പറയുന്നത്. അതിലൂടെ ഹോട്ട് എയറൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് അതിനെ ഉണക്കിയെടുത്ത് എലിവേറ്ററിലൂടെ ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ തരംതിരിച്ചെടുക്കാനായിട്ട് ഫൈബ്രോമാറ്റ് എന്ന മെഷീനിലോട്ടാണ് ഇത് കടത്തി വിടുന്നത്. ഇത് നമ്മൾ ഈ കാണുന്നതാണ് ഫൈബ്രോമാറ്റ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ സൈസ് അനുസൃതമായിട്ട് ഇതിനെ തരംതിരിക്കുകയും അതിൻ്റെ വേസ്റ്റ് കൃത്യമായിട്ട് ഒരു ഭാഗത്തും അതിൻ്റെ തന്നെ ഓരോ ക്ലാസിഫിക്കേഷൻസ് ഓരോരോ അവൻ സെപ്പറേറ്റ് ഏരിയയിൽ വേണ്ട ഒരു ചാക്ക് ഇട്ടുകൊണ്ട് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ചാക്കിൻ്റെ കളറും അതിൻ്റെ കോഡിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അപ്പോൾ അന്നേരം അതിൻ്റെ പല ഭാഗത്തായിട്ട് അവർ ഈ ചാക്ക് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇത്രത്തോളം പ്രോസസ്സ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് വളരെ അതിശയകരമാണ്. ഇവിടെ നോക്കിയേ, അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ വേസ്റ്റ് ഒരു സൈഡിലും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെല്ലാം സെപ്പറേറ്റ് ഒരു മെഷീനിലൂടെ കടത്തി വിട്ട് അതൊക്കെയും സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ചാക്കിലോട്ടാക്കി ഇതാക്കുന്നുണ്ട്. ബൾക്കായിട്ട് അവർ ആ ബാഗിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ കാണുന്നതാണ് ഇതിൻ്റെ പാക്കിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്. സോ ഇത് തന്നെയാണ് ചായപ്പൊടിയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അവിടെ തന്നെ ആ ഒരു ചായയുടെ രുചി നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ചെറിയൊരു സ്റ്റാളുണ്ട് ചായയുടെ. ആ ചായപ്പൊടി കൊണ്ടിട്ടുണ്ടാക്കിയ ചായ നമുക്ക് അവരിട്ട് തരുന്നതാണ്. ഞാനും ഇത് എങ്ങനെ കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായപ്പൊടിയുടെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഗുണമേന്മ നമുക്കൊന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ചായയുടെ സാമ്പിളാണ്. അപ്പോൾ അത് ഞാനും മേടിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഈ ചായക്ക് നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ടതില്ല. അത് കോംപ്ലിമെൻ്ററി ആണ്. അതെല്ലാം നമ്മൾ ആദ്യമേ കൊടുത്ത 20 രൂപയിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. എന്നിരുന്നാലും ചായ കുടിച്ചു, അതിഗംഭീരം, അസാധ്യം, നല്ലൊരു കടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് എക്സിറ്റിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ സ്റ്റാളുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റാൾ കൂടി നിങ്ങളെ കാണിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചായ പല ക്ലാസിഫിക്കേഷൻസ് അല്ല പൗഡറിനെ തരംതിരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടോ, ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ചായപ്പൊടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആൾറെഡി ചിലപ്പോൾ ഒരു പക്ഷേ ഗ്രീൻ ടീ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്ട്രോങ് കണ്ടിട്ടുണ്ട്, ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ കാർഡമൻ ടീ കണ്ടിട്ടുണ്ട്. എന്നാൽ അല്ലാണ്ട് അതിനപ്പുറം തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഇതിൽ തന്നെ സ്ട്രോങ് ടീ ഉണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ടീ ഉണ്ട്, കാർഡമൻ ടീ ഉണ്ട്, മസാല ടീ ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഫ്ലേവർഡ് ടീ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, അല്ലാണ്ട് വൈറ്റ് ടീ ഉണ്ട്, പിന്നെന്താ പറയുക, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ടീ പൗഡർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ആ ചേട്ടൻ ഇപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ വൈറ്റ് ടീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒത്തിരി ശരീരത്തിന് ഒത്തിരിയധികം ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വൈറ്റ് ടീ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഡിമാൻഡും ഉള്ളതാണ്, നല്ല പ്രൈസിങ്ങും ഉള്ളതാണ്. അന്നേരം ചായപ്പൊടി വേണ്ടവർക്ക് ഇവിടെ നിന്ന് തന്നെ ഈ പറഞ്ഞ വെറൈറ്റീസും, ചായപ്പൊടി മാത്രമല്ല അവിടെ ഒത്തിരി ഐറ്റംസ് വേറെ ഉണ്ട്. അന്നേരം ഇവിടെ നിന്ന് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ളതായിട്ടുള്ള കൗണ്ടറുകളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇൻ കേസ് കൊറിയറോ അല്ലെങ്കിൽ പാഴ്സലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അത് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം, അവിടെ ചായപ്പൊടി ഐറ്റംസ് മാത്രമല്ല, ഇതെല്ലാം തന്നെ നാച്ചുറൽ ഹെർബ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ സ്പൈസസ് ഐറ്റംസ്, ഓയിൽ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ്സ് നമുക്ക് അവിടെ സെയിൽ ചെയ്യുന്നതിനുള്ള കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ മേടിക്കാൻ പറ്റും. ഇൻ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൽമണ്ട് ഓയിൽ, നീം ഓയിൽ, ക്ലോവ് ഓയിൽ, ടീ ട്രീ ഓയിൽ, യൂക്കാലിപ്സ് ഓയിൽ, ഒലിവ് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, അങ്ങനെ ഉള്ള പ്രോഡക്ട്സും ഇതെല്ലാം തന്നെ നമ്മുടെ ഫേസ് പാക്ക്, ക്രീമുകൾ, കാര്യങ്ങൾ, എസൻഷ്യൽ ഓയിൽസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കാൻ സാധിക്കും. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഓർഗാനിക് ആയിരിക്കും, കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ട്രസ്റ്റ് ഫ്രീ ആയിട്ട് മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ടീ ഫാക്ടറി കാഴ്ചകൾ. അപ്പോൾ എന്തെങ്കിലും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.